ഇന്ന് എന്താണെന്നറിയില്ല, പതിവിന് വിപരീതമായി ആദ്യക്കൂട്ടൻ രാവിലെ എണീറ്റ് ഒരുങ്ങുന്നുണ്ട്. ഞാനോർത്ത് എൻ്റെ ദൈവമേ ഇന്ന് കാക്ക മലർന്നുറക്കുന്നതാണ് തോന്നുന്നത്. രാവിലെ എണീറ്റ് ഒരുങ്ങുന്നുണ്ടല്ലോ, സ്കൂളിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമെന്ന് തോന്നി. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ദൈവമേ ഇന്ന് സ്കൂളിൽ പോകണമല്ലോ എന്നുള്ള കരച്ചിൽ കൊണ്ട് ആൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ സങ്കടപ്പെട്ടാണെങ്കിലും ഒരുങ്ങി ചെന്ന് സോക്സൊക്കെ വലിച്ചു കയറ്റുന്നുണ്ട്. ഒരു കാലിലെ സോക്സ് തന്നെ എത്ര നേരം എടുത്താണ് ഒന്ന് കയറ്റിയത്. അടുത്ത കാലിൽ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഈ സോക്സ് ഒന്ന് വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണെങ്കിലും സോക്സ് കയറ്റുന്നുണ്ട്. ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മാറിയത്. അത് മിലുക്കുട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ക്യാമറയും കൊണ്ട് ചെല്ലുന്നതിൻ്റെ സന്തോഷത്തിൽ മിലു ഹായ് ഒക്കെ പറയുന്നുണ്ടേ. ആദ്യം ഒരുങ്ങി എന്തെന്നില്ലാത്ത സങ്കടത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. മിലു ആണെങ്കിൽ എനിക്കും കൂളി പോകണം, എൻ്റെ ബാഗ് എന്തെന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ ഇറങ്ങിയ ആളുടെ ഷൂറാക്കുന്ന ഷൂ ഒക്കെ എടുത്ത് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷൂസ് ഇടുമ്പോഴും ആളുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. മിലുക്കുട്ടൻ എന്താണെന്നറിയില്ല, പതുങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ, ആദ്യക്കൂട്ടൻ്റെ മുഖം കണ്ടോ, സങ്കടം കൂടെ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് എന്തോ TP ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ നോക്കിയിട്ടൊന്നും TP ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് എന്തെങ്കിലും എക്സാമുള്ള ദിവസം ആക്ക് പോകാൻ ഇത്രയും മടി കാണിക്കുന്നത്. എന്തായാലും ഇറങ്ങിയില്ല, ഇന്ന് പോവാതിരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം അവൻ്റെ മുഖത്ത്. അങ്ങനെ എന്തായാലും ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടനായിട്ട് എന്തായാലും ആളെ സ്കൂളിൽ പോയി. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ മിലു ഗേറ്റങ്ങ് അടച്ച് പൂട്ടി. എന്നാൽ ഞാൻ കുറച്ചു നേരം ബോൾ കളിക്കട്ടെ എന്ന് പറഞ്ഞ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോളിട്ട് തട്ടാൻ തുടങ്ങിയിട്ടിരിക്കുകയാണ്. മിലുക്കുട്ട വെയിലത് അകത്ത് വാന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനാ. അവൻ ഒറ്റയ്ക്ക് ബോൾ കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആരും ഇല്ലാത്ത കാരണം തന്നെ കളിച്ചു. അവനാ കളിക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ ചെന്ന് കഞ്ഞിക്കൊക്കെ വെള്ളമിട്ടു. പിന്നെ ഒരു മീനുണ്ടായിരുന്നു വെട്ടാൻ, മീനൊക്കെ വൃത്തിയാക്കി എടുത്തു. ബാക്കി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ മമ്മിയാട്ടോ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. ബാക്കി അരപ്പെല്ലാം കൂട്ടുന്ന പരിപാടിയും എല്ലാം മമ്മിക്കാണ്. മമ്മിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെ മമ്മിക്ക് വിട്ടു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആഹാരമെല്ലാം നല്ല രസമാണ്. അങ്ങനെ മിലുക്കുട്ടനും മമ്മിയും കൂടെ ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് മരം വെട്ട് കേട്ടോ. ആൾ പെട്ടെന്ന് പേടിച്ചു പോയി. അങ്ങനെ ചെയ്യുമ്പോഴത്തേ ആൾ മമ്മിയുടെ അടുത്തോട്ട് ഓടി. ഏട്ടന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായപ്പോൾ ഏട്ടൻ അങ്ങനെ ഡ്യൂട്ടിക്കും പോയി. പപ്പയ്ക്ക് അങ്ങനെ ടാറ്റു കൊടുത്തിട്ട് മിലുക്കുട്ടൻ അങ്ങനെ ഗേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഗേറ്റ് കയറിലെ മോനെ വീഴുമെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുന്ന പോലും ഇല്ല. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ താഴെ ഇറക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പൂച്ചമ്മേനെ കണ്ടു. പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പൂച്ചയുടെ പുറകെ ഓട്ടത്തോടോട്ടോ. ഞാനങ്ങനെ വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റിൻ്റെ പിണക്കം കേട്ടോ കാണിക്കുന്നത്. ഞാൻ വരത്തില്ല, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ വലിച്ച ആളെ അകത്തോട്ട് കയറ്റി. പിന്നെ എനിക്കും പപ്പയുടെ കൂടെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ബഹളം കൂടെ ഇപ്പം ഞാൻ അമ്പായനെ കാണിച്ചു തരാമെന്ന് പിന്നെ അവനോട് പറഞ്ഞു. ഒന്ന് കുരിശ് വരച്ചേ, മിലൊന്ന് കുരിശ് വരച്ചേ. ആ വിടുക്കൻ. അങ്ങനെ വീട്ടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഞാനും ആദ്യക്കൂട്ടനും കൂടെ ചേട്ടാനെ വിളിക്കാൻ പോയി. അവിടുത്തെ എൻട്രൻസിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ബാക്കിലൂടെ കേട്ടോ കുട്ടികളെയൊക്കെ വിടുന്നു. അങ്ങനെ ആദ്യക്കൂട്ടൻ എത്തി. അങ്ങനെ ഞാൻ ആദ്യനെ വിളിച്ച് വീട്ടിലെത്തിയേ. ആദ്യം അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി വൈകിട്ടത്തേക്കുള്ള ആഹാരമൊക്കെ കഴിക്കുകയാണ്. ട്യൂഷനുണ്ട് അവന്. അപ്പോൾ ട്യൂഷന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാനങ്ങനെ ആദ്യനെ ട്യൂഷനാക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ വരാണെങ്കിൽ കുറച്ച് പച്ചക്കറി തരാമെന്ന്. അങ്ങനെ പിന്നെ ആദ്യനെ ട്യൂഷനാക്കിയിട്ട് വരുന്ന വഴിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് പച്ചക്കറിയും വാങ്ങി തിരിച്ച് പോകുന്ന വഴിക്ക് ആദ്യനെ വിളിച്ചിട്ട് പോകാമല്ലോ എന്ന് ഓർത്തു. അമ്മയ്ക്ക് ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത പച്ചക്കറി കഴിക്കാം. അങ്ങനെ ആദ്യനെ വിളിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയായിരുന്നു. ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന സമയത്ത് ആദ്യം മിലും കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാരിക്കൂട്ടാൻ തുടങ്ങി. അമ്മയുടെ മോനെ ഒന്നും വാങ്ങിക്കില്ലെന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ. അവന്മാർക്ക് ലേസ് വലിയ ഇഷ്ടമാണ്. ആ സമയത്ത് അമ്മ ഈ ലേസ് പാക്കറ്റ് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ നാളെ കാണുന്നവരെ ബൈ ബൈ.